വചനാമൃതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സമീർ വടുതല. എല്ലാവർക്കും സൃഷ്ടാവായ നാഥൻ്റെ കരുണാകടാക്ഷങ്ങളുണ്ടാകട്ടെ. കുടുംബം എന്ന പദം എത്ര മനോഹരമാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇമ്പമാണതിൻ്റെ ഉള്ളിൽ. കുടുംബമെന്ന അനുഭവത്തെ അനുഭൂതിയാക്കാനുള്ള വഴിയാണ് ഇന്നത്തെ ചിന്താവിഷയം. ഒരാൾ എഴുതിയതോർക്കുന്നു. ഒരിക്കൽ തന്നേക്കാൾ അല്പം മാത്രം ചെറുതായ അനുജനെ കഷ്ടപ്പെട്ടെടുത്തുകൊണ്ട് റെയിൽപ്പാളം മുറിച്ചു കടക്കുകയായിരുന്നു ഒരു നാടോടി പെൺകുട്ടി. അവളോട് കാഴ്ചക്കാരനായ ഒരാൾ, കുട്ടി അവന് നടക്കാമല്ലോ, നടത്തിച്ചു കൊണ്ടുപോകൂ, നല്ല ഭാരമില്ലേ എന്ന് ചോദിച്ചു. ഭാരമോ? ഇവൻ എൻ്റെ അനുജനല്ലേ എന്നായിരുന്നു അവളുടെ മറുപടി. മാതാവാകുമ്പോൾ, പിതാവാകുമ്പോൾ, കൂടപ്പിറപ്പുകളാകുമ്പോൾ ഭാരങ്ങളല്ലാതായിത്തീരുന്ന ഇടമാണ് കുടുംബം. കുടുംബാംഗങ്ങൾ കരുണയോടെ പെരുമാറവേ ആയാസങ്ങൾ ആശ്വാസങ്ങളായി മാറും. കണ്ണീർ കണങ്ങൾ പോലും കരുത്തായിത്തീരും. വീട് ഒരു സ്നേഹക്കൂടായി രൂപാന്തരപ്പെടും. കുടുംബത്തെപ്പറ്റി കാൽപ്പനിക ഭാഷയിൽ സംസാരിക്കുമ്പോഴും ഒരു സത്യം നമ്മെ തുറച്ചു നോക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, അത്രയൊന്നും സുഖകരമല്ല നമ്മുടെ വർത്തമാനം എന്നതാണ്. മനോഹരമായ ആ സിനിമാ ഗാനത്തിൽ പറഞ്ഞ പോലെ, അകലെ കാണുമ്പോൾ സുന്ദരമാ മന്ദിരം, അകപ്പെട്ട ഹൃദയങ്ങൾ കതതാൻ കാരാഗൃഹം. കുടുംബജീവിതത്തിൽ അപസ്വരങ്ങളും താളഭംഗങ്ങളും വർദ്ധിക്കുക തന്നെയാണ്. ബന്ധശൈഥില്യങ്ങളും വിവാഹമോചനങ്ങളും പെരുകുന്നു. കുടുംബമെന്ന വിശ്വാസം വെല്ലുവിളിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സ്വന്തം കുടുംബത്തിലെ എല്ലാവരെയും ക്രൂരമായി കൊലപ്പെടുത്തിയ ചെറുപ്പക്കാരൻ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവനായിരുന്നു എന്നോർക്കണം. സ്വന്തം കുഞ്ഞുമക്കളെ ലക്ഷങ്ങൾ വിലയിട്ട് വിൽക്കാൻ ശ്രമിച്ച മലയാളി മാതാവ് എന്തിൻ്റെ ലക്ഷണമാണെന്ന് ആലോചിക്കണം. 10-11 വയസ്സുള്ള പേരക്കിടാങ്ങളോട് പോലും പരാക്രമം കാണിക്കുന്ന മുത്തശ്ശന്മാരെപ്പറ്റി എന്താണ് പറയാനുള്ളത്? മുത്തശ്ശൻ അല്ലെങ്കിൽ വല്യുപ്പ എന്നത് സ്നേഹവാത്സല്യങ്ങളുടെ പര്യായമായിരുന്നു. മാതാപിതാക്കളെപ്പറ്റി, മക്കളെപ്പറ്റി, പേരക്കുട്ടികളെപ്പറ്റിയൊക്കെയുള്ള വലിയ വിശ്വാസങ്ങളാണ് തകർന്നുടഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭൗതികമായ ആർത്തികളും അതിരുവിട്ട സ്വാർത്ഥങ്ങളും നമ്മുടെ ജീവിതത്തെ കീഴടക്കുന്നതിൻ്റെ നോവുകളാണിതെല്ലാം. ജുനൈദുൽ ബഗ്ദാദി എന്ന ജ്ഞാനിവര്യൻ പറഞ്ഞ ഒരു വാക്കാണ് ഓർമ്മ വരുന്നത്. ജീവിതത്തിൻ്റെ ഐശ്വര്യം ആത്മസംതൃപ്തിയിലാണ് എന്നത്രേ അദ്ദേഹം പറഞ്ഞത്. ദൈവം തനിക്ക് ചൊരിഞ്ഞു തന്ന അനുഗ്രഹങ്ങളുടെ നേർക്ക് നന്ദിപൂർവ്വം നോക്കാനുള്ള കണ്ണാണ് നമുക്ക് കൈമോശം വന്നിരിക്കുന്നത്. നമ്മുടെ നോട്ടങ്ങളൊക്കെയും നമ്മേക്കാൾ മുകളിലുള്ളവരിലേക്കായി. അവനുള്ളതുപോലെ എനിക്കില്ലല്ലോ എന്ന പരിഭവമായി ജീവിതം മാറി. അവിടം മുതലാണ് സ്വസ്ഥത പടിയിറങ്ങിപ്പോയത്. നമുക്ക് കിട്ടിയ സൗഖ്യങ്ങളിലേക്ക് നോക്കി നന്ദിപൂർവ്വം ജീവിച്ചിരുന്നെങ്കിൽ ഇത്രമേൽ മനസ്സ് കലങ്ങുമായിരുന്നില്ല, ജീവിതം കലുഷമാകുമായിരുന്നില്ല. നമ്മേക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കുമ്പോൾ മാത്രമേ നമുക്ക് കിട്ടിയതിനെ പറ്റിയുള്ള നിറവുണ്ടാകൂ. സഅദിയുടെ ഒരു കഥയുണ്ട്. ഒരിക്കൽ അദ്ദേഹം ദമസ്കസിലെത്തിയപ്പോൾ ചെരുപ്പ് പൊട്ടിപ്പോയി. മറ്റൊന്ന് വാങ്ങാൻ പണമില്ല. ആത്മീയ വഴിയിൽ താനിത്ര മികവ് നേടിയിട്ടും ഒരു ചെരുപ്പ് വാങ്ങാൻ പോലും ആകാത്ത നിലയിലാണല്ലോ എന്ന ചിന്ത അദ്ദേഹത്തെ അലോസരപ്പെടുത്തിക്കൊണ്ടിരുന്നു. ചെറിയ കാര്യങ്ങൾ മതിയല്ലോ നമ്മൾ അസ്വസ്ഥരാകാൻ. അങ്ങനെ പള്ളിയിലേക്ക് ചെന്നപ്പോൾ കണ്ട കാഴ്ച അദ്ദേഹത്തെ ശരിക്കും പശ്ചാത്താപവിവശനാക്കി. എന്തെന്നാൽ 2 കാലുകളും നഷ്ടപ്പെട്ട ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. കിട്ടാത്തതിലുള്ള പരിദേവനങ്ങളല്ല, കിട്ടിയതിലുള്ള കൃതാർത്ഥതയാണ് ജീവിതത്തെ സന്തോഷഭരിതമാക്കുന്നതെന്ന സത്യം സഅദിക്ക് ബോധ്യമായി. സഅദിയുടെ ബോധോദയം നമ്മുടെയും കുടുംബജീവിതത്തിലെ ഉൾക്കാഴ്ചയായി പരിണമിക്കട്ടെ. ജീവിതത്തിൽ ആത്മസംതൃപ്തിയുടെ പരിമളം പരക്കട്ടെ. സമീർ വടുതല തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.